ഹലോ, നമസ്കാരം. നമുക്ക് ഇന്നൊരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഞാൻ ഒരുമിച്ച് സന്തോഷപൂർവ്വം ഇരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളെ കൂടി നിങ്ങളുടെ അടുക്കിലേക്ക് കാണിക്കുകയാണ്. എനിക്ക് പുറത്തിറങ്ങി യാത്ര ചെയ്യുമ്പോൾ ഈ എണീറ്റ് നടക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നതൊരു അമൂല്യമായ അവസരങ്ങളാണ് കേട്ടോ. നമുക്കൊരു 3 കത്തിരിക്ക അഥവാ വഴുതനങ്ങ എടുത്ത് നന്നായി കഴുകി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇത് ലഞ്ചിൻ്റെ സൂപ്പർ ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. ഇത് എന്താണ് ലഞ്ച് കൊണ്ടുപോകുന്നവർക്ക് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഞാനിതൊരു വീഡിയോ കണ്ടതാണ്, അപ്പം ഞാൻ അതേപടി ചെയ്തു നോക്കി. പിന്നെ ഇന്നും കൂടെ ചെയ്തു, വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. എന്നിട്ട് ഇത് 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിത്തിരി എരിവ് വേണമെന്നുള്ളതാണ് അത്ര എടുത്തത്. ഇനി 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കൂടുതൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ടീസ്പൂണാണ്. എന്നിട്ട് നമ്മളതിലേക്ക് കായപ്പൊടി ഇടും. എനിക്ക് കായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. കായം, മാങ്ങാച്ചാർ, കായം, നാരങ്ങാച്ചാർ, ഇതാണ് എൻ്റെ അട്രാക്ഷൻ കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഫ്രൈ ആക്കി സവാള വഴറ്റി വേണമെങ്കിലും ചോറിനോട് കഴിക്കാം. പക്ഷേ നമ്മളിത് വേറൊരു രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു പാനായിട്ടാക്കണം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. അത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണേ. നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവർക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നത് അല്ലേ. എല്ലാ എണ്ണയിലും കൊഴുപ്പുണ്ടോ എന്നാണ് തോന്നുന്നത്. എനിക്ക് അധികം അറിയില്ല. ഒലിവ് ഓയിലൊക്കെ അങ്ങനെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കത്തിരിക്ക പറക്കി വെച്ച് കൊടുക്കാം. എൻ്റെ പഴയ വീട്ടിൽ ഇഷ്ടം പോലെ പിടിച്ചിരുന്നതാണ് വഴുതനങ്ങ അഥവാ കത്തിരിക്ക. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 കത്തിരിക്കയിൽ അത്രയും കത്തിരിക്കയായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ നടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ മണ്ണിൽ പോയിരുന്ന കുത്തിക്കുഴിച്ച് പിച്ചാത്തി വെച്ച് കുത്തിക്കുഴിച്ച് നട്ടതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോഴും ഒരേ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കത് ചെയ്യണമെന്ന് പറയുമ്പോൾ പിന്നെ നീ കുറേ ചെയ്യും എന്ന് പറയും. പക്ഷേ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു താല്പര്യമാണ് ഇങ്ങനെയുള്ള ഏത് കാര്യം ചെയ്യുന്നതും. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഫ്രൈ ആക്കി നമ്മളെടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് തൈര് ഇങ്ങനെ ഉടച്ചെടുത്ത് വെച്ചതാണ്. ഉപ്പും ചേർത്ത്, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പുണ്ടല്ലോ. എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ചോറിന് ഇത് മാത്രം മതിയാവേ. നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതിലെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ. പലരും പല വീഡിയോകളും ചെയ്യുന്നത് പലരുടെയും വീഡിയോകൾ കണ്ടിട്ടാണ്. എന്നിട്ട് അതവർ പറയാറില്ല കേട്ടോ. ഞാൻ പക്ഷേ ഇതൊരു വീഡിയോ കണ്ടതാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു 10 മാങ്ങയോളം അമ്മയോട് പറഞ്ഞ് അമ്മ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. 5 ദിവസമായി. ആ മാങ്ങ നമുക്ക് അച്ചാറിടാം. പാത്രം വെച്ചു, ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ആവശ്യത്തിന് നല്ലെണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും മാങ്ങേനെ എടുത്തേക്കുന്നത് കേട്ടോ. ഉപ്പ് പിടിച്ച് ഇങ്ങനെ സെറ്റായി ഇരിപ്പുണ്ട്. അതിലേക്ക് നമ്മളൊരു 3-4 വറ്റൽ മുളക് മുറിച്ചിട്ടു. ഇത് നമുക്ക് സദ്യ മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതിന് തീ ഓഫ് ചെയ്തിട്ട് നമ്മളത് മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണേ. ഇത് പഴം കഞ്ഞിക്കൊക്കെ പറ്റിയ അച്ചാറാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ കായമാണ്. ഞാൻ പറഞ്ഞല്ലോ, കായവും മുളക് പൊടിയും ഉലുവപ്പൊടിയും മാത്രം ചേർക്കുന്ന ഒരു അതിസൂപ്പറായ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ അച്ചാർ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ അപ്പോഴത്തന്നെ മാങ്ങ അരിഞ്ഞ് ഇടാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഉലുവപ്പൊടി ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊടി ഇട്ടണ്ട, ഉലുവപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ നന്നായി ഇളക്കി മുളകൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് നമ്മളൊരു 1/4 ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തീ വെച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വറുത്ത് പിടിച്ച് വെച്ചേക്കുന്ന ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് സൂപ്പർ ഒരു മസാല ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് കുറുവാൻ വേണ്ടിയിട്ട്, ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ അതിലേക്ക് നമ്മളെ തീയൊക്കെ വെച്ചിട്ട് എണ്ണ തെളിയുന്നത്. നമ്മൾ നെയ്യ് തെളിയുന്നതെന്നൊക്കെ ഇവിടെ പറയും. ഇങ്ങനെ പൊട്ടി എണ്ണ തെളിയുന്നുണ്ട് കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മുടെ മാങ്ങ നമ്മൾ അതിലേക്ക് തട്ടും. നമ്മൾ ഉപ്പോടുകൂടി തന്നെ തട്ടുന്ന കേട്ടോ. ഇത് പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കണം. ഇത് ഇരിക്കും തോറും നമ്മുടെ വേറൊരു ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
ഇതും എന്താണ് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഒട്ടും ചേരുന്നില്ല എന്നുള്ളതാണ്. കഞ്ഞിക്ക് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. കഞ്ഞിയുടെ സൂപ്പർ കോമ്പിനേഷനാണ് കഞ്ഞിയും ചമ്മന്തിയും. ഈ സത്യമാങ്ങ അല്ലെങ്കിൽ കടുമാങ്ങ, സത്യമാങ്ങ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കടുമാങ്ങയും കൂടി നിങ്ങൾ കഴിച്ചു നോക്കണേ. കടുമാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരം കൊല്ലംകാരുടെ കട്ട് മാങ്കോ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ചെയ്യുന്ന മാങ്ങയച്ചാറ്. ഇതേപടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അയ്യോ ദീജ പറഞ്ഞത് ശരിയാണല്ലോ, സത്യമാണല്ലോ എന്നറിയാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയത് ഒരു 10 മാങ്ങയല്ല, അതിൽ കൂടുതലുണ്ടായിരുന്നു. ഒരു 5 ദിവസമായിരുന്നു ഉപ്പിട്ട് വെച്ചിട്ട്. ഉപ്പൊക്കെ നന്നായി പിടിച്ചിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ വയ്ക്കുക. സ്വന്തം ദീജ.